ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഏറ്റവും വിവാദമായ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാജ്ഭവനിൽ ഭാരത് മാതായുടെ ചിത്രം, കാവിക്കൊടി പിടിച്ച ഭാരത് മാതാവിന്റെ ചിത്രം, അത് രാജ്ഭവനിൽ നിന്ന് മാറ്റാനാവുകയില്ല എന്നും അതിൽ പുഷ്പാർച്ചന നടത്തണമെന്നും കേരള ഗവർണർ സാക്ഷ്യം പിടിച്ചു. അതിൽ പ്രതിഷേധിച്ച് കൃഷിമന്ത്രിയും മറ്റു ഭാരവാഹികളും ആ ചടങ്ങ് ബഹിഷ്കരിച്ചു. അത് വലിയ വിവാദമായിരിക്കുകയാണ്. പക്ഷെ എന്റെ സംശയം ഇതാണ്, ഭാരത് മാത, അങ്ങനെ ഒരു മാതാവ് ഉണ്ടോ ഭാരതത്തിന്? രാഷ്ട്രത്തിനൊരു മാതാവുണ്ടോ? അതൊരു സങ്കല്പമല്ലേ? അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ഭാരത് പിതാവ് ആരാ? എനിക്കറിഞ്ഞുകൂടാ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് സഖാവ് VS പ്രസ്താവനയാണ്, ഗോമാത. അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നു, അവർ പശുവിനെ മാതാവെന്ന് വിളിക്കുന്നു. ആ വീഡിയോ യൂട്യൂബിലൊക്കെ വൈറൽ, ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ പശുവിന്റെ ഭർത്താവായ കാളയവരെന്ന് വിളിക്കും, പിതാവെന്ന് വിളിക്കുവോ? നർമ്മത്തിൽ പൊതിഞ്ഞ് സ്വന്തം ശൈലി അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും അതിനോട് വ്യക്തമാകുന്ന വസ്തുത ഇതാണ്, ഇതൊക്കെ ഒരു സങ്കല്പമാണ്. മാതാപിത, ഗോമാതാവ്, ഭാരത് മാതാവ്, ഇതൊക്കെ സങ്കല്പങ്ങൾ മാത്രം. നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഭാരത് മാതാവിന്റെ രൂപം ഇങ്ങനെയാണെന്ന് ആരാ പറഞ്ഞത്? ഓരോരോ സങ്കല്പങ്ങൾ അത്രയേ ഉള്ളൂ. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. നമുക്കറിയാം കാവി ആരുടെ നിറമാണ് എന്ന്. സംഘപരിവാർ സംഘടന സംബന്ധിച്ച് പറഞ്ഞാൽ കാവി ഹിന്ദുത്വത്തിന്റെ പ്രതീകമാണ്. അപ്പൊ പച്ചയോ ഇസ്ലാം, വെള്ളയോ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ നിറങ്ങളെ പോലും ഇവർ പങ്കിട്ടെടുക്കുന്നു. അതിന് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ നിറം കൊടുക്കുന്നു. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് വയലാറിന്റെ വാക്കുകളാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു, മനുഷ്യന്റെ മനസ്സ് പങ്കുവെച്ചു. അത് തന്നെ സത്യം. സത്യം. പല്ലി ചിലച്ചു കേട്ടോ, പാവം പല്ലി. അതെന്ത് വിളച്ചു? അതിന് വിശന്നിട്ട് കരുതാ. അതും ഒരു സങ്കല്പം.